സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ അഭിമാന മുഹൂർത്തമായിരുന്നു രാകേഷ് ശർമ്മ എന്ന ഭാരതീയന്റെ ബഹിരാകാശ സഞ്ചാരം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയനായിരുന്നു അദ്ദേഹം. 1984 ഏപ്രിൽ 2 അദ്ദേഹം ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ രാകേഷ് ശർമ്മയുടെ ജന്മദിനമാണ് ജനുവരി 13. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞു നോട്ടത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 1949 ജനുവരി 13 പഞ്ചാബിലെ പട്യാലയിൽ ജനിച്ച രാകേഷ് ശർമ്മ 1966 ഒരു കേഡറ്റായി ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു. നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ ശർമ്മ 1970 പൈലറ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അങ്ങനെ 1971 ബംഗ്ലാദേശ് യുദ്ധ സമയത്ത് MiG-21 വിമാനങ്ങളിൽ അഭിമാനമർഹിക്കുന്ന സേവനമാണ് അനുഷ്ഠിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ഇന്റർകോസ്മോസ് ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി സുഹൃത്ത് രാജ്യങ്ങളിലെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിയിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായാണ് 1982 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ പദ്ധതി പ്രകാരം സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മയെ തിരഞ്ഞെടുക്കുന്നത്. രാകേഷ് ശർമ്മയോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട രവീഷ് മൽഹോത്ര വ്യോമസേനയിലെ എയർ കമാൻഡർ ആയിരുന്നു. സോവിയറ്റ് യൂണിയനിലെ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രാകേഷ് ശർമ്മയായിരുന്നു. റഷ്യയിലെ കസാക്കിസ്ഥാനിലെ ബൈക്കന്നൂർ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഒരു ജനതയാകെ ആവേശത്തിലാഴ്ത്തിയ ആ യാത്ര. 7 കുതിരകളെ പൂട്ടിയ സുവർണരഥം വലിക്കുന്ന സൂര്യന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്രത്യേക വസ്ത്രം ധരിച്ച രാകേഷ് ശർമ്മയോടൊപ്പം കമാൻഡറായി യൂറി മലേഷ്യവും എഞ്ചിനീയറായി ഗെന്നഡി സ്ട്രാലേക്കുവും ഉണ്ടായിരുന്നു. സല്യൂട്ട് 7 ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ട സല്യൂട്ട് KK-നോടൊപ്പം ഇൻഡോ സോവിയറ്റ് ബന്ധവും ശക്തമാകുകയായിരുന്നു. ബഹിരാകാശത്തെത്തുന്ന 138ാമത്തെ മനുഷ്യനാണ് രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച 14ാമത്തെ രാജ്യവുമായിരുന്നു ഇന്ത്യ. 8 ദിവസങ്ങളോളം സല്യൂട്ട് 7 ചിലവഴിച്ച രാകേഷ് ശർമ്മ നിരവധി പരീക്ഷണങ്ങൾ നടത്തി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു യോഗയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ. ബഹിരാകാശത്തുണ്ടാകുന്ന ഭാരക്കുറവ് മൂലമുണ്ടാകുന്ന പേശികളുടെ സ്തംഭനാവസ്ഥയ്ക്ക് യോഗ പരിഹാരമാകുമോ എന്നതായിരുന്നു അന്വേഷണം. റിമോട്ട് സെൻസിംഗ്, ബയോമെഡിസിൻ തുടങ്ങിയ മേഖലകൾ കേന്ദ്രമാക്കിയും പരീക്ഷണങ്ങൾ നടന്നു. ഇന്ത്യക്ക് മുകളിലൂടെ പേടകം കടന്നുപോയ അവസരങ്ങളിൽ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി ഉജ്ജ്വലമായ ചിത്രങ്ങൾ പകർത്തിയ രാകേഷ് ശർമ്മ മ്യാൻമറിലെ കാട്ടുതീ കാണുകയും അത് അറിയിച്ചതിനെ തുടർന്ന് മ്യാൻമാർ സർക്കാരിന് കാര്യക്ഷമമായി ഇടപെടുവാൻ സാധിക്കുകയും ചെയ്തു. എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകരെ പോലും തന്റെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തു രാകേഷ് ശർമ്മ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായുള്ള സംവാദവും ചരിത്രത്തിലെ അപൂർവ മനോഹരമായ ഓർമ്മയാക്കി രാകേഷ് ശർമ്മ. താൻ ആരോഗ്യവാനാണെന്ന് ഇന്ദിരയ്ക്ക് മറുപടി നൽകിയ രാകേഷ് ശർമ്മ ഇന്ത്യ എങ്ങനെ കാണപ്പെടുന്നു എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരം അവിസ്മരണീയമാണ്. സാരിയ ജഹാംസെ അച്ഛ അശോക ചക്രം നൽകി രാകേഷ് ശർമ്മയെ ഇന്ത്യ ആദരിച്ചപ്പോൾ സോവിയറ്റ് യൂണിയൻ ഹീറോ ഓഫ് ദി സോവിയറ്റ് യൂണിയൻ പദവി നൽകി തങ്ങളുടെ ബഹുമാനം രേഖപ്പെടുത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിൽ ചീഫ് ടെസ്റ്റ് പൈലറ്റായി സേവനമനുഷ്ഠിച്ച രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തിനും യുവജനതയ്ക്കും ദിശാസൂചകമായി എന്നത് രാജ്യത്തിന്റെ ബഹിരാകാശ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പറയുവാൻ ഓരോ ഭാരതീയനും സാധിക്കും.